സംസ്ഥാനത്ത് കോഴിവില സ്വർണ്ണവില പോലെ കുതിച്ചു വരുന്ന ഒരു കാലമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നടക്കാവിലുള്ള ഇംഗ്ലീഷ് പള്ളിയിലുള്ള കോഴിക്കടകളിലാണ്. നമുക്കിവിടെ കാണാം എഴുതി വെച്ചിരിക്കുന്നതിന് 280 രൂപയാണ് ഒരു കിലോ കോഴിയിറച്ചി കിട്ടണമെങ്കിൽ സാധാരണക്കാരനായ ആളുകൾക്ക് നൽകേണ്ടി വരുന്നത്. ഇപ്പോൾ ഇത് ചെറിയ രീതിയിലൊക്കെ ചിക്കൻ വാങ്ങിച്ച് എത്ര വാങ്ങിയ 100 രൂപയ്ക്ക് എത്ര ഗ്രാമുണ്ട്? 100 രൂപയ്ക്ക് ഏതാണ്ട് നേരത്തെ ഒരു 1/2 കിലോ എങ്കിലും കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിയാൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അല്ലേ ചേട്ടാ? എങ്ങനെയുണ്ട് വില? എങ്ങനെയാണ് ചിക്കൻ്റെ ഇപ്പോൾ? 280 അല്ലേ? ഈ കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ചക്ക് എത്ര വരെയൊക്കെ ഉണ്ടായിരുന്നു? 240 സ്വർണ്ണവില കൂടുന്ന പോലെ ഇപ്പൊ കോഴി വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ വരവ് കുറവാണോ? എങ്ങനെയാ? കുറവാ, ചെലവ് കുറവാ, വളരെ മോശം. തമിഴ്നാട്ടിൽ നിന്നാ വരുന്നത്? തമിഴ്നാട്. ഈ കച്ചവടം കൊണ്ടുകൊണ്ട് നിങ്ങൾക്കും ആകപ്പെട്ട പ്രശ്നമായിരിക്കും അല്ലേ? ഈ വില കൂടുമ്പോൾ ലാഭം കുറയും. തീരെ കുറയും. ഈ ആളുകള് വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം കുറയും. കമ്മിയാ, തീരെ കുറവാണ്. അതുപോലെ ഈ ഇവിടെ റീറ്റെയിൽ ആയിട്ട് വാങ്ങുന്നുണ്ടല്ലോ ഈ 50, ഈ 1/4 കിലോ 1/2 കിലോ ഒക്കെ വാങ്ങുന്നത്. എത്ര വേണമെങ്കിൽ കൊടുക്കും, 50 രൂപയ്ക്ക് കൊടുക്കും. ഇപ്പൊ 50 രൂപയ്ക്ക് വാങ്ങിച്ച എത്ര കാണും? 200 ഉണ്ടാവില്ല. അതാണ് ഭയങ്കര പ്രശ്നം. ഇതെന്താണ് ഈ വില കൂടാൻ കാരണമായിട്ട് എന്താ പറയുന്നത്? എന്താ തമിഴ്നാടായിട്ടുള്ള കളിയാ, നമ്മൾക്ക് അതിനെ പറ്റി പറയാൻ പറ്റൂല. തമിഴ്നാടല്ലേ. അതാണ് തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള കോഴിയിറച്ചിയുടെ ഏറിയ പങ്കും വരുന്നത്. അത് ഉൽപാദനം തമിഴ്നാട്ടിൽ കുത്തനെ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ ഉൽപാദന ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതായത് ഈ കോഴിത്തീറ്റയുടെയും മറ്റ് വൈദ്യുതിയുടെയും അടക്കമുള്ള വില കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഉൽപാദന ചെലവ് ഗണ്യമായി കൂടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ പഴയ വിലയ്ക്ക് നൽകിയാൽ മുതലാവില്ല എന്ന് പറയുന്നു. കോഴിത്തീറ്റയുടെ വില പ്രത്യേകിച്ചും 40 രൂപ വരെയൊക്കെയാണ് ഒരു കിലോയ്ക്ക് കൂടിയതെന്നാണ് ഈ കച്ചവടക്കാർ പറയുന്നത്. അതുകൊണ്ട് ആ വില വിപണിയിൽ കോഴി വിൽക്കുമ്പോഴും പ്രതിഫലിക്കും. ബ്രോയിലർ കോഴിക്ക് 260, 280 തുടങ്ങി 300 വരെ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ട്. ലഗൂൺ കോഴിക്ക് പോലും 200 മാറുന്ന കാര്യമുണ്ട്. വലിയ വിലയാണല്ലേ ചേട്ടാ? എങ്ങനെയാ വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുക? വില കൂടിക്കൊണ്ടിരിക്കുക. ഫാമിലി അവർ കോഴിയില്ലാന്നാ പറയുന്നത്, കുറവാണ്. അങ്ങനെ അവർക്ക് തമിഴ്നാട്ടിലൊക്കെ പറയുന്നത്. തമിഴ്നാട്ടിൽ കോഴി കുറവാന്ന് പറയുന്നത്? കുറവാണ് പറഞ്ഞത്. അതുകൊണ്ട് വില ഇങ്ങനെ കുതിച്ചിരിക്കുന്നത്. 300 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്, 320 വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നേരത്തെ കിട്ടിയതിന്റെ പകുതി പോലും കോഴി ഇപ്പൊ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇവരുടെ ലോബിയാണ് നമുക്കറിയില്ല. തമിഴ്നാട് ലോബിയാണോ ഇത് വില കൂട്ടാൻ വേണ്ടി കളിക്കുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ട്രോളിംഗ് നിരോധനമുള്ള സമയമാണ്, മീനിന്റെ ലഭ്യത കുറയുന്ന ഒരു സമയം കൂടെ. അപ്പം മീന് കുറച്ച് വില കുറഞ്ഞു വരുന്നുണ്ട്. മീൻ കിട്ടാനും കുറവല്ലേ? പക്ഷേ ട്രോളിംഗിലുകൊണ്ട് മീൻ കിട്ടാനും കുറവാണ്. എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനിയും കൂടും അല്ലേ? അങ്ങനെ ഓണമൊക്കെ ആകുമ്പോൾ ഇപ്പൊ അത്യാവശ്യം വില കൂടുന്ന മട്ടാന്ത് കാണുന്നത്. ഈ 300 രൂപയൊക്കെ ചരിത്രത്തിൽ അധികം ഉണ്ടായിട്ടില്ല അല്ലേ? ഏറ്റവും വലിയ വില ഇല്ല ഉണ്ടായിട്ടില്ല. ഒരു ആദ്യമായിട്ടാണ് 300 രൂപ വരെ ഉള്ളത്. ഇപ്പം ഈ വാങ്ങാൻ വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. കച്ചവടം കുറവല്ലേ? വില കൂടുമ്പോ 1 കിലോ വാങ്ങണ 1/2 കിലോ വാങ്ങിട്ട് പോണ്. 1 കിലോ അവർക്ക് താങ്ങുന്നില്ലല്ലോ, വില ഉണ്ട്. ഇനിയിപ്പം ഒരു കുടുംബം വാങ്ങണമെന്ന് വിചാരിച്ചാൽ ഇനി അടുത്ത ആഴ്ച കുറഞ്ഞിട്ട് വാങ്ങാൻ പറ്റും. അതന്നെ 100 രൂപക്ക് വാങ്ങിപ്പോവും, 50 രൂപക്കൊക്കെ വാങ്ങിപ്പോവാണ് ആളുകൾ. സാധാരണക്കാരന് അല്ലാത്തവന് പണക്കാർ വരെ ഈ 1 കിലോ 1/2 കിലോ 100 രൂപയൊക്കെ വാങ്ങിപ്പോണ്ട്. ആളുകൾക്ക് എന്തായാലും വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇതാണ്, അതായത് സാധാരണക്കാർക്ക് ഇപ്പോൾ കോഴി വാങ്ങി തിന്നാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു. 1 കിലോ കോഴിയിറച്ചി വാങ്ങിയിരുന്നവർ ഇപ്പോൾ 1/2 കിലോയ്ക്ക് അത് ചുരുക്കുന്നു. 1/2 കിലോയ്ക്ക് നേരത്തെ ഈ കോഴിക്കോടൊക്കെ ഈ ചില്ലറ വിൽപ്പന നടക്കുന്നുണ്ട്. അതായത് 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെ കോഴി നൽകിയിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ പോലും കൊടുത്താൽ ഒരു 200 ഗ്രാമൊക്കെയാണ് നേരത്തെ ഒരാൾ 500 രൂപയ്ക്ക് വാങ്ങിപ്പോയത്. ഈ കോഴിവില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുമല്ലേ? മീനും കിട്ടാൻ കുറവാന്ന് തോന്നുന്നല്ലേ? മീനെല്ലാം ഇപ്പോൾ അത്യാവശ്യത്തിന് മീനെല്ലാം ഉണ്ട്. കോഴിക്കിപ്പോൾ നിലവിലുള്ള വില ആദ്യം 250, 260 വില ഉണ്ടായിരുന്നു. അപ്പോൾ കുറഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ ആദ്യം പൊന്തിയതാണ്. പല സ്ഥലത്തും പല വിലയാണ്. നിങ്ങൾക്ക് വേണേലും മീനല്ലാതെ ഒരു നേരം കോഴി തിന്നണമെന്ന് ആഗ്രഹിച്ചാൽ വലിയ പാടാവും. അങ്ങനെയൊന്നുമില്ല. ഈ മീൻ എങ്ങനെയുണ്ട്?
മീനെല്ലാം ഫ്രഷ് മീനുകളാണ്. ഫ്രഷ് മീന വില ഉണ്ടോ കാര്യമായിട്ട്? വില എന്ന് പറഞ്ഞാൽ അതിലൊക്കെല്ലാം വില. ചെമ്മീൻ, അടവ്, മത്തി, കോര അങ്ങനത്തെ മീനിലും കുറച്ച് വില കുറവുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തിനെക്കാട്ടി കുറച്ച് വില കുറവുണ്ട് ഇപ്പോൾ. ചേട്ടാ എന്താ വാങ്ങാൻ വന്നതാ? എന്നാ വാങ്ങാൻ വന്നതാ? ഈ ചിക്കന്റെ വില കണ്ടോ? ചിക്കന്റെ വില കുറഞ്ഞില്ലേ? അല്ല, കൂടുതൽ 280, 300 നടക്കുവോ? ചിക്കൻ ഉപയോഗിക്കില്ലേ? അതാ നല്ലത് അല്ലേ. എന്തായാലും നമ്മൾ വന്നിട്ട് കുറച്ച് നേരമായി. ഒറ്റ ആളെ പോലും ഈ കടകളിലേക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഏറെ രസകരമായ കാര്യം. സാധാരണ ഈ സമയത്തൊക്കെ പ്രവൃത്തി സമയമാണ്, ഒരുപാട് ആളുകൾ കടയിൽ വരേണ്ട ഒരു സമയമാണ്. പക്ഷേ ഇതുവരെ ഒരാളെ പോലും ഇവിടേക്ക് കാണാൻ കഴിയാത്തൊരു സാഹചര്യം. അതായത് കച്ചവടം കുത്തനെ കുറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കോഴിവില ഓരോ ദിവസവും കൂടുന്ന കാഴ്ച. 280 രൂപയ്ക്ക് ഇംഗ്ലീഷ് പള്ളിയിലും കോഴിക്കോട് നഗരത്തിലെ പലയിടങ്ങളിലും വിൽക്കുമ്പോൾ നഗരപ്രദേശങ്ങളിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 300 രൂപയായി പോലും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഓണം എത്തുന്നതോടുകൂടി ഇതിനെ ഏത് രീതിയിൽ പിടിച്ചു നിർത്താൻ കഴിയും, അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ കഴിയുമോ എന്നതാണ് ഒരു ആശങ്കയായി നിൽക്കുന്നത്. ആളുകൾക്ക് കോഴി വാങ്ങാൻ കഴിയുന്നതിൻ്റെ ഒരു ശേഷി പൂർണ്ണമായും ഇല്ലാതാവുന്നു. കച്ചവടം നിലച്ച് തന്നെയാണിപ്പോൾ കച്ചവടക്കാരും നിൽക്കുന്നത്. അത്തരമൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. യെസ്, കോഴിക്കോട്ടെ വിപണികളിൽ പ്രതിഫലിക്കുന്നത് എന്താണ്? അതായത് ഒന്ന്, വിൽപ്പന കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾ അവരുടെ ബജറ്റിന് നിരക്കാത്തത് കൊണ്ട് തന്നെ വാങ്ങുന്നതിൻ്റെ അളവ് കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം കോഴിമുട്ടയുടെയും വില വർദ്ധിച്ചു എന്ന കാര്യം നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.